വാഴും ശ്രീഭദ്രേ, ശ്രീയേഴും ശ്രീബാലഭദ്രേ, തങ്കളം വാഴും ശ്രീഭദ്രേ, ശ്രീയേഴും ശ്രീബാലഭദ്രേ, പാർവതി നീ മഹാലക്ഷ്മിയും നീ, ആ ദേവത ശ്രീ സരസ്വതിയും മാതൃവാത്സല്യത്തിൻ പ്രതിബിംബമേ. ഓടിയോടി തളരുമ്പോൾ ഒരു തണലിനായി നാം കൊതിക്കുന്നു. ആപത്തുകൾ മേൽക്കുമേൽ പിന്തുടരുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന മാതൃപാദങ്ങൾ. സകല ചരാചരങ്ങൾക്കും മാതാവായി ഏവർക്കും പുത്രപുത്രി സ്നേഹം നൽകി സൽക്കർമ്മ നിരതരാക്കി തീർക്കുന്ന വാത്സല്യനിധിയായ തങ്കളം ഭഗവതി. തങ്കളം ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം 2025 ഫെബ്രുവരി 21 വെള്ളിയാഴ്ച മുതൽ മാർച്ച് 2 ഞായറാഴ്ച വരെ, നമ്മുടെ ക്ഷേത്രത്തിലെ അശ്വതി ഭരണി മഹോത്സവം മാർച്ച് 2 ഞായറാഴ്ച മുതൽ മാർച്ച് 5 ബുധനാഴ്ച വരെയും ആദരണീയനായ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പിള്ളി നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി നടത്തപ്പെടുകയാണ്. ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞവേദിയിൽ ഫെബ്രുവരി 21 വെള്ളിയാഴ്ച സായം സന്ധ്യയിൽ ദീപാരാധനയ്ക്ക് ശേഷം മുൻ ശബരിമല മേൽശാന്തി പുത്തില്ലം മഹേഷ് നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കുമ്പോൾ ഫെബ്രുവരി 21 മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന തങ്കളം ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് തുടക്കം കുറിക്കുകയാണ്. മാർച്ച് 2 ഞായറാഴ്ച മുതൽ മാർച്ച് 5 ബുധനാഴ്ച വരെയുള്ള 4 ദിവസം തങ്കളം ഭഗവതിയുടെ തിരുസന്നിധിയിൽ അശ്വതി ഭരണി മഹോത്സവം, ദീപാരാധന, ദിവസപൂജ, ഗണപതി ഹോമം, പ്രസാദ ഊട്ട്, ഒപ്പം ഈ വർഷത്തെ ഉത്സവത്തിന് മുടിയേറ്റ്, ഭരണിയൂട്ട്, കളമെഴുത്തും പാട്ട്, തൂക്കം, കലംകരിക്കൽ, കുത്തുവിളക്ക്, താലപ്പൊലി, വടക്കൻ വാതിൽക്കൽ വലിയ ഗുരുതി എന്നിങ്ങനെ അതിപ്രാധാന്യമുള്ള ക്ഷേത്രാനുഷ്ഠാന ചടങ്ങുകൾ ചാരുത നൽകും. കുട്ടികളുടെ കലാപരിപാടികളും തിരുവാതിരകളിയും ഭജനയും സോപാന സംഗീതവും കൈകൊട്ടിക്കളിയും പ്രശസ്തനായ മോട്ടിവേഷണൽ സ്പീക്കർ സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദിൻ്റെ പ്രഭാഷണവുമൊക്കെ ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകതകളാണ്. ക്ഷേത്രാനുഷ്ഠാന ചടങ്ങുകളും കലാപരിപാടികളും അശ്വതി ഭരണി ഉത്സവത്തിൻ്റെ മനോഹാരിതകളായി മാറും. തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞം നടക്കുന്ന ഫെബ്രുവരി 21 മുതൽ മാർച്ച് 2 വരെയും അശ്വതി ഭരണി മഹോത്സവ ദിനങ്ങളായ മാർച്ച് 2 മുതൽ മാർച്ച് 5 വരെയും അമ്മയുടെ തിരുസന്നിധിയിലേക്ക്, തങ്കളം ഭഗവതി ക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കും ദേവീനാമത്തിൽ സ്വാഗതം.